ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ഭക്തിസാന്ദ്രമായി. പെരുവനം പൂരം ഞായറാഴ്ച. തൃശൂർ അതിരൂപത നടത്തുന്ന പാലയൂർ മഹാതീർത്ഥാടനം നാളെ. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പദയാത്രയിൽ ആയിരങ്ങൾ അണിനിരക്കും. തിരുവില്ലാമലയിൽ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്ത് നിരവധി പേരുടെ പണം തട്ടിയതായി പരാതി. ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് പണം ആവശ്യപ്പെട്ടുള്ള മെസ്സേജ് അയക്കുകയായിരുന്നു. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ഭക്തിസാന്ദ്രമായി. തന്ത്രിയുടെ അനുമതിയോടെ തിമില പാണിക്കുട്ടി ശാസ്താവിന്റെ തിടമ്പ് കയ്യിൽ വെച്ച് പ്രദക്ഷിണം കഴിഞ്ഞാണ് ചെമ്പടകൊട്ടി ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. ക്ഷേത്രത്തിന്റെ വടക്കേ പ്രദക്ഷിണ വഴിയിൽ ചെമ്പട അവസാനിച്ചതോടെ വിളക്കാചാരം നടന്നു. തുടർന്ന് വലം തലയിലെ ശ്രുതിയോടുകൂടി 1.5 പ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ നടയിൽ തെക്കോട്ട് അഭിമുഖമായി നിന്ന് കുറുകൊട്ടി അവസാനിച്ചു. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള പഞ്ചാരിമേളം പടിഞ്ഞാറേ നടപ്പുരയിൽ കലാശിച്ചു. തുടർന്ന് തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലേക്ക് ശാസ്താവ് എഴുന്നള്ളി. ഉരുട്ടുചെണ്ടയിൽ പെരുവനം സതീശന്മാരാരും കുറുങ്കുഴലിൽ കിഴൂട്ട് നന്ദനും വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും പഞ്ചാരിമേളത്തിന് പ്രമാണികരായി. ദേവസ്വം കൊമ്പൻ ശിവകുമാർ ശാസ്താവിന്റെ തിടമ്പേറ്റി. പെരുവനം പൂരം ഞായറാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 4-ന് കിഴക്കേ നടവഴിയിൽ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി എഴുന്നള്ളുന്നതോടെ പെരുവനം പൂരത്തിന് തുടക്കമാകും. 5 ആനകളും പഞ്ചാരിമേളവും അകമ്പടിയാകും. പെരുവനം ശങ്കരനാരായണൻ മാരാർ പ്രമാണിയാകും. 6:30-ന് ആറാട്ടുപുഴ ശാസ്താവ് 7 ആനകളോടെ പെരുവനം ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ അണിനിരക്കും. രാത്രി 7-ന് തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം 7 ആനകളുടെ അകമ്പടിയോടെ ചാത്തുകുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുണ്ടാകും. 11-ന് ആറാട്ടുപുഴ, കല്ലേലി, മേടംകുളങ്ങര ശാസ്താക്കന്മാർ ഒരുമിച്ചെഴുന്നള്ളും. രാത്രി 11-ന് 7 ആനകളുടെ അകമ്പടിയോടെ ഊരകത്തം എഴുന്നള്ളും. ചെറുശ്ശേരി കുട്ടന്മാരാർ പ്രമാണിയാകും. 3 ആനകളുടെ അകമ്പടിയോടെ ചേർപ്പ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് നടക്കും. പൂരത്തിൽ പങ്കെടുക്കുന്ന 18 ദേവീദേവന്മാരിൽ 11 ദേവീദേവന്മാർ അണിനിരക്കുന്ന പെരുവനം വിളക്ക് രാത്രി 12-ന് നടക്കും. രാത്രി 12-ഓടെ പെരുവനം മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും. നെട്ടിശ്ശേരി ശാസ്താവിനാണ് നായകസ്ഥാനം. നാങ്കുളം ശാസ്താവ്, കോടന്നൂർ ശാസ്താവ്, ചക്കംകുളങ്ങര ശാസ്താവ്, മേടക്കുളം ശാസ്താവ്, ചിറ്റിച്ചാത്തുകുടം ശാസ്താവ്, പൂനിലാർക്കാവ് ഭഗവതി, കല്ലേലി ശാസ്താവ്, മാട്ടിൽ ശാസ്താവ്, എടക്കുന്നി ഭഗവതി, തൈക്കാട്ടുശ്ശേരി ഭഗവതി എന്നീ ദേവീദേവന്മാർ വിളക്കുപൂരത്തിൽ അണിനിരക്കും. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന ചാത്തക്കുടം ശ്രീധർമ്മശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ആഘോഷിച്ചു. വൈകിട്ട് ചക്കംകുളങ്ങര ശാസ്താവും തൈക്കാട്ടുശ്ശേരി ഭഗവതിയും ചാത്തൻകുടം ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചെത്തി. തുടർന്ന് 2 ദേവീദേവന്മാരെയും ക്ഷേത്രത്തിന്റെ വലിയമ്പലത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു. ശാസ്താവ് എഴുന്നള്ളിയപ്പോൾ ഗ്രാമവാസികൾ നിറപറ വെച്ച് എതിരേറ്റു. പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ വലത്തു ചക്കംകുളങ്ങര ശാസ്താവും ഇടത് തൈക്കാട്ടുശ്ശേരി ഭഗവതിയുമായി പടിഞ്ഞാറേ നടയിൽ ശാസ്താവ് എഴുന്നള്ളി. മേളത്തിന് പെരുവനം പ്രകാശൻ മാരാർ പ്രമാണികത്വം വഹിച്ചു. കാട്ടൂർ പൂരത്തിന് ശേഷം തിരികെ തൃപ്രയാറിലെത്തിയ തേവർക്ക് തൃപ്രയാർ ജംഗ്ഷന് പടിഞ്ഞാറ് മൂസിന്റെ ഇല്ലത്ത് പറയും നടത്തി. പുത്തൻകുളത്തിൽ ആറാടിയ തേവർ തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. രാവിലെ ബ്ലാഹയിൽ കണ്ടംപുള്ളിച്ചിറയിൽ ആറാട്ടിനായി പുറപ്പെട്ട തേവർക്ക് വഴിനീളെ നിറപറയും നിലവിളക്കുമായി വൻ സ്വീകരണമാണ് നൽകിയത്. ഞായറാഴ്ചയാണ് ചരിത്രപ്രസിദ്ധമായ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ നടക്കുക. രാവിലെ പൈനൂർ പാടത്തേക്ക് പുറപ്പെടുന്ന തേവർക്ക് വലപ്പാട് കോതകുളത്തിൽ ആറാട്ടും നടക്കും. തൃശൂർ അതിരൂപത നടത്തുന്ന 28-ാം പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. മുഖ്യപദയാത്ര ഞായറാഴ്ച പുലർച്ചെ 4 മണിക്ക് വിശുദ്ധ കുർബാനയോടെ തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് രാവിലെ 11 മണിക്ക് പാലയൂർ മാർത്തോമ മേജർ എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരും. ഉച്ചകഴിഞ്ഞ് 2:30-ന് പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന 2ാം ഘട്ട പദയാത്ര വൈകിട്ട് 4:30-ന് പാലയൂരിലെത്തും.
തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. പാലയൂർ മഹാതീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി മാർത്തോമ മേജറാക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ രാവിലെ 6:30 മുതൽ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും. പദയാത്രയായി എത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും നേർച്ച ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരുവില്ലാമലയിൽ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്ത് നിരവധി പേരുടെ പണം തട്ടിയതായി പരാതി. പന്തല്ലൂർ ജയരാമൻ, റിട്ടയേർഡ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരുടെ വാട്സ്ആപ്പ് നമ്പറുകളാണ് ഹാക്ക് ചെയ്തത്. ജയരാമന്റെ നമ്പർ ആദ്യം ഹാക്ക് ചെയ്യുകയും ഇതിൽ നിന്ന് ജയപ്രകാശിന് തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ട് OTP നമ്പർ അയക്കുകയും ചെയ്തു. ഇത് അയച്ചതോടെ ജയപ്രകാശിന്റെ ഫോണും ഹാക്കായി. തുടർന്നാണ് പണം തട്ടിപ്പ് നടത്തിയത്. തങ്ങളുടെ GPay കംപ്ലൈന്റ് ആണെന്നും പണം അത്യാവശ്യമാണെന്നും പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ നമ്പറുകളിലേക്കും പണം താൽക്കാലികമായി ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയായിരുന്നു. ഒരു സുഹൃത്ത് ആദ്യം 10,000 രൂപ നൽകി. അത് തികയില്ലെന്ന് പറഞ്ഞ് വീണ്ടും 10,000 ആവശ്യപ്പെട്ടു. അതും നൽകി. വീണ്ടും 10,000 രൂപ ആവശ്യപ്പെട്ടതോടെയാണ് സംശയം തോന്നിയത്. സംഭവം പുറത്തറിയാൻ കാരണമായത്. ഇവരെല്ലാമുള്ള പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഹാക്കർമാരുടെ നിയന്ത്രണത്തിലാവുകയും ഗ്രൂപ്പുകൾ അഡ്മിൻ ഓൺലി ആക്കുകയും ചെയ്തു. ഈ നമ്പറുകൾ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്ന മെസ്സേജുകൾ പോലും ഹാക്കർമാർ ഗ്രൂപ്പുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇത്തരത്തിൽ പലരുടെയും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. തൃശൂർ ജില്ലാ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കിരൺ തോമസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി C പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ വലപ്പാട് പോലീസ് SHO MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാന സർക്കാർ നാം എല്ലാവരും ഇവിടെ 3.5 ലക്ഷം രൂപയാണ്. കണ്ടാണിശ്ശേരി ആളൂരിൽ പൊതുസ്ഥലത്തേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ ആലുവ സ്വദേശിയിൽ നിന്ന് 7,000 രൂപ ആരോഗ്യ വിഭാഗം പിഴ ഈടാക്കി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞ ആളുമായി ആരോഗ്യ വിഭാഗം ഫോണിലൂടെ ബന്ധപ്പെട്ടു. ഗുരുവായൂർ പോകുന്ന വഴി വലിച്ചെറിഞ്ഞതാണെന്ന് ഇവർ സമ്മതിച്ചു. കുറ്റപത്ര നോട്ടീസ് തയ്യാറാക്കി പിഴ അടയ്ക്കാൻ QR കോഡ് അയച്ചു നൽകി. ഓൺലൈനിൽ പിഴ അടപ്പിക്കുകയായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിനീത ഫിനോജ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, TS ശരത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കാട്ടൂർ തെക്കുംപാടത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിർമ്മിക്കുന്ന കുളം കൃഷിക്ക് ഭീഷണിയാവുമെന്ന് കർഷകൻ. പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപം. കാട്ടൂർ, പടിയൂർ പഞ്ചായത്തുകളിലെ പ്രധാന പാടശേഖരമാണ് കാട്ടൂർ തെക്കുംപാടം. ഈ പാടശേഖരത്തിലെ തെക്കുംമൂല ഭാഗത്തായാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കഴിഞ്ഞ ദിവസം വലിയ കുളം നിർമ്മിച്ചത്. എന്നാൽ കുളം നിർമ്മിക്കുന്നത് തന്റെ കൃഷിയിടത്തിലെയും സമീപ പാടശേഖരത്തിലെയും നെൽകൃഷിയെ ബാധിക്കുമെന്ന് കാട്ടൂർ സ്വദേശി ചാലിശ്ശേരി വീട്ടിൽ ജിൽസൺ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടൂർ കൃഷി ഓഫീസർക്കും വില്ലേജ് ഓഫീസർക്കും ജിൽസൺ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ അനധികൃതമായി നിർമ്മിച്ച കുളത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. എന്നാൽ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കിയാൽ മാത്രമേ കൃഷി നടത്താൻ സാധിക്കൂ എന്ന നിലപാടിലാണ് കർഷകൻ. എൻ്റെ പാടത്തിൻ്റെ അടുത്ത് വില്ലേജ് ഓഫീസറുടെയോ കാട്ടൂർ കൃഷി ഓഫീസറുടെയോ പഞ്ചായത്തിൻ്റെയോ അനുമതിയില്ലാതെ കുളം കുഴിച്ച് മണ്ണെടുക്കണം. എന്നിട്ട് മണ്ണ് കയറ്റി പോവുകയോ അല്ലെങ്കിൽ ആളുടെ പറമ്പിൽ നികത്തുകയൊക്കെ ചെയ്യണം. നമുക്കിവിടെ അടുത്ത വർഷം കൃഷി, ഈ കൊല്ലം കൂടി നമ്മൾ കൃഷി ചെയ്തതാണ്. ഇവിടെ അടുത്ത കൊല്ലം കൃഷി ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര പറന്നുപോയി. കൊണ്ടാഴി തോടുകാട്ടിൽ
മുരഹരിയുടെ വീടിന്റെ ഇരുമ്പ് മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ പറന്നുപോയത്. മുരഹരിയും ഭാര്യയും 1 വയസ്സുള്ള കുഞ്ഞുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് മുരഹരി. വാർഡ് മെമ്പർ സതി അപ്പത്ത് സ്ഥലം സന്ദർശിച്ചു. അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകന് 4 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. പൈങ്കുളം കിഴക്കേച്ചോലയിൽ അജിത്തിനെയാണ് വിവിധ വകുപ്പുകളിലായി 4 വർഷം തടവിനും 25,000 രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് എസ് തേജോമായി തമ്പുരാട്ടി ശിക്ഷ വിധിച്ചത്. 2019 ഏപ്രിൽ 10-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ലാജു ലാസർ എം, അഡ്വക്കേറ്റ് AP പ്രവീണ എന്നിവർ കോടതിയിൽ ഹാജരായി. ദേശീയപാത കൊടകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. കൊടകര പോലീസ് സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. ഗതാഗതക്കുരുക്കിൽ കിടന്നിരുന്ന വാഹനങ്ങൾക്ക് പുറകിൽ എത്തിയ മിനി ലോറി നിയന്ത്രണം വിട്ടുവന്ന് ഇടിക്കുകയായിരുന്നു. ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. 2 കാറുകളും ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കാഞ്ചേരി കുറാഞ്ചേരി വളവിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പനമരം കടപുഴകി വീണ് ഓട്ടോറിക്ഷ മറിഞ്ഞ യാത്രികർക്ക് പരിക്കേറ്റു. പഴയന്നൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോ ഡ്രൈവർ കാക്കരക്കുന്ന് വീട്ടിൽ സന്തോഷ്, സഹോദരൻ സനീഷ്, അമ്മ തങ്കം എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. പഴയന്നൂരിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. പാതയോരത്തെ കുന്നിൻ ചെരുവിൽ നിന്നിരുന്ന പനമരമാണ് കാറ്റിൽ കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണത്. ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്കിക്കാവ് കടങ്ങോട് റോഡിൽ ആൽത്തറ പുത്തൻകുളത്തിന് സമീപം നിയന്ത്രണം വിട്ട ഒമിനി വാൻ വൈദ്യുതി തൂണിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വരികയായിരുന്ന കരിക്കാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായി. തകർന്ന വൈദ്യുതി തൂൺ മാറ്റി സ്ഥാപിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. അപകടത്തിൽ ഒമിനി വാനിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. കേരള ബാർ കൌൺസിലിന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കായി സംഘടിപ്പിച്ച നിയമശില്പശാല ഹൈക്കോടതി ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്തഖ് ഉദ്ഘാടനം ചെയ്തു. കേരള ബാർ കൌൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് TS അജിത് അധ്യക്ഷത വഹിച്ചു. കേരള അഡീഷണൽ ജനറൽ അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ, ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ മെമ്പർ അഡ്വക്കേറ്റ് N മനോജ് കുമാർ, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് PP സൈദലവി, തൃശൂർ ജില്ലാ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MV ഗോപാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി VM ശ്യാംകുമാർ, ഹൈക്കോർട്ട് ഓഫ് കേരള അഡ്വക്കേറ്റ് ശങ്കർ P പണിക്കർ എന്നിവർ ക്ലാസ് എടുത്തു. റോഡരികിലിട്ട് കാർ റിപ്പയർ ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ പല്ലിശ്ശേരി സ്വദേശി ചന്ദ്രനെയും മകൻ ജിതിൻ കുമാറിനെയും കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ ശിക്ഷിച്ചു. പല്ലിശ്ശേരി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ വേലപ്പനെയാണ് വിവിധ വകുപ്പുകളിലായി 3 ജീവപര്യന്തവും 3 വർഷവും 1 മാസവും തടവിനും 20,50,500 രൂപ പിഴ അടയ്ക്കുന്നതിനും തൃശൂർ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുന്നതിനായുള്ള സ്പെഷ്യൽ കോടതി ജഡ്ജ് K കമനീസ് ശിക്ഷ വിധിച്ചത്. 2022 നവംബർ 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊല്ലപ്പെട്ട ജിതിൻ കുമാറിന്റെ വിവാഹ വാർഷിക ദിനമായ ഏപ്രിൽ 5-ന് തന്നെ കേസിലെ വിധി പറഞ്ഞത് യാദൃശ്ചികമായി. ലഹരിക്കടിമപ്പെട്ട് മാതാപിതാക്കൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും വില കൽപ്പിക്കാതെ കൊന്നുതള്ളുന്ന പുതുതലമുറയ്ക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി വലിയ മുന്നേറ്റം രാജ്യത്ത് വളർന്നു വരേണ്ടിയിരിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരസേനാനിയും ഗാന്ധിയനുമായ വലിയപുരയ്ക്കൽ കൃഷ്ണന്റെ ജന്മശതാബ്ദി ആഘോഷം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യസമരത്തിന്റെ നന്മയുടെയും അഹിംസയുടെയും സന്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതാണ് പുതുതലമുറ നേരിടുന്ന വെല്ലുവിളിയെന്നും സുധീരൻ പറഞ്ഞു. ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ R രവികുമാർ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA കൃഷ്ണന് ഉപഹാരം സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പൊന്നാടയണിയിച്ചു. TN പ്രതാപൻ പ്രശസ്തി പത്രം കൈമാറി. ശിവഗിരി മഠം സ്വാമി പ്രബോധതീർത്ഥ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കൌൺസിലർ ശോഭ ഹരിനാരായണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, അരവിന്ദൻ പല്ലത്ത്, ബാലൻ വാറനാട്ട്, VP ഉണ്ണികൃഷ്ണൻ, VK ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ലോട്ടറി വിൽപ്പനക്കാരന്റെ ബാഗ് കവർന്ന് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ആലുംപടി പൂക്കൂട്ടിൽ വിപിൻ എന്ന കണ്ണൻ, ചാവക്കാട് കടപ്പുറം സ്വദേശി കറുപ്പം വീട്ടിൽ ശിഹാബുദ്ദീൻ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, ASI മണികണ്ഠൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ EK ഹംദ, പ്രദീപ്, പ്രശാന്ത് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഷെയർ ട്രേഡിംഗിനായി പണം നൽകിയാൽ ഇരട്ടി ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലപ്പോഴായി 5.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് സ്വദേശികളായ തച്ചൻ കുന്നിൽ മുഹമ്മദ് ഷാഫി, പുത്തൻപുരയ്ക്കൽ ഡെന്നി എന്നിവരാണ് അറസ്റ്റിലായത്. കൊടകര കനകമല സ്വദേശിയുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ ഡിസംബർ 24-നും ജനുവരി 11-നുമിടയിൽ പല തവണകളായി പ്രതികളുടെ വിവിധ അക്കൌണ്ട് നമ്പറുകളിലേക്ക് 5,43,329 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് നടത്തുകയും ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് ഇരുവരും അറസ്റ്റിലായത്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ EA സുരേഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആഷ്ലിൻ ജോൺ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ ആദ്യ ദിനത്തിൽ അരങ്ങേറിയ നാടകം മാടൻ മോക്ഷം അവതരണ മികവ് കൊണ്ടും പ്രമേയം കൊണ്ടും പ്രശംസ നേടി. ആലപ്പുഴ പുന്നപ്ര മരുതം തിയേറ്റർ ഗ്രൂപ്പാണ് മാടൻ മോക്ഷം അവതരിപ്പിച്ചത്. പൊതുപരീക്ഷണ നാടകങ്ങളുടെ സംവേദന സാധ്യതകളുടെ പരിമിതികൾക്കപ്പുറത്ത് എല്ലാവർക്കും ആസ്വദിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന തരത്തിലാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വർത്തമാനകാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളാണ് നാടകത്തിൽ പ്രതിപാദിക്കുന്നത്. കീഴാള ദൈവമായ മാടനും ദൈവത്തിന്റെ കർമ്മിയായ കുഞ്ഞിനും തമ്മിലുള്ള രസകരമായ സംഭാഷണത്തിലൂടെയാണ് നാടകം സഞ്ചരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 5-6 പറക്കൂടി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മറ്റേ സൈഡിൽ പോയി. അവരെങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? അവരാണ് ഇങ്ങോട്ട് വന്നല്ല, നമ്മുടെ ആളുകളെ തലക്കറി അങ്ങോട്ട് ചെന്നതാ. അമേരിക്ക മാവും പാൽപ്പൊടി കണ്ടപ്പോഴേ എല്ലാം കുത്തു കൊടുത്ത് കണ്ടു ചോദിച്ചത് എന്നു തീരും എന്റെ കട്ടം എന്റെ ദൈവമേ, അന്ന് തീരും എന്റെ കട്ടം. മോഹവലയങ്ങളിൽ പെടുന്ന കീഴാള ജീവിതങ്ങൾ എല്ലാം കവർന്നെടുക്കപ്പെട്ടവരാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പലപ്പോഴും വൈകുന്നതും നാടകത്തിന്റെ പ്രധാന സന്ദേശമാണ്. വളരെ തന്മയത്വത്തോടെയും രസകരവുമായാണ് നാടകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ മുന്നോട്ടു പോയത്. മാടനും കുഞ്ഞിനും എന്ന കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ച ജയചന്ദ്രൻ തകഴിക്കാരൻ, പ്രമോദ് വെള്ളായിനി എന്നിവരുടെയും അസാമാന്യമായ അഭിനയ മികവ് കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത്. പശ്ചാത്തല സംഗീതവും ദീപസംവിധാനവും കലാസംവിധാനവും പ്രശംസ നേടി. രചനയും സംഭാഷണവും രാജ്മോഹൻ നീലേശ്വരവും, സംവിധാനം ജോബ് മഠത്തിലുമാണ് നിർവഹിച്ചിരിക്കുന്നത്. പെണ്ണല്ലേ വൈദ്യകണ്ണിയുള്ള പെണ്ണല്ലേ തെറ്റുകുറ്റങ്ങളെ ബോധപൂർവ്വമായി പറ്റിയിട്ടുള്ള പൊറുക്കളെ എന്താണേലും കഞ്ഞിമീനും രാജ്യം തെളിയണം. ഇവിടെ സന്തതി പരമ്പര വാഴണം എന്നുള്ള ഒരു വരുകാലം. TCV എരുമപ്പെട്ടി. ഗുരുവായൂരിൽ വീട്ടിൽ കയറി വയോധികയെ ആക്രമിച്ച് 1 പവന്റെ വള കവർന്ന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് രാമനാഥപുരം ഏനാദി കിടാത്തിരിക്കൽ വീട്ടിൽ 28 വയസ്സുള്ള ജയരാമനാണ് അറസ്റ്റിലായത്. മോഷണത്തിന് പ്രത്യേക പരിശീലനം ലഭിച്ച കുറുവ സംഘത്തിലെ കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ചാമുണ്ടശ്ശേരി റോഡിൽ കൃഷ്ണപ്രിയയിൽ മാധവന്റെ ഭാര്യ പുഷ്പലതയെ ആക്രമിച്ചാണ് ഇയാൾ സ്വർണം കവർന്നത്. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് സംഭവം. കിഴക്കേനടയിലെ അമ്പാടി പാർക്കിംഗ് ഗ്രൌണ്ടിന് മുന്നിലെ ചായക്കട തുറക്കാനായി മാധവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കണ്ടാണ് പ്രതി മോഷണത്തിനെത്തിയത്. അറസ്റ്റിലായ പ്രതിയെ ടെമ്പിൾ SHO G അജയകുമാർ, SI പ്രീത ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തി. ദേശീയപാത 66 മണത്തലയിൽ അപകടം തുടർക്കഥയാകുന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ സൈഡിലെ എഡ്ജിൽ ഇറങ്ങിയാണ് ഭാരം കയറ്റിപ്പോകുന്ന വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്.
കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നിരവധി ചെറുതും വലുതുമായ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളും ഉണ്ടാകാത്തത് അപകടങ്ങൾ ഇടയാക്കുന്നതായി ആക്ഷേപമുണ്ട്. ചിലയിടങ്ങളിൽ കാന നിർമ്മിക്കുന്നതിനായി മണ്ണെടുക്കുന്ന സ്ഥലത്തും അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ചിലയിടങ്ങളിൽ കാന മൂടിയ സ്ലാബ് പൊങ്ങി നിൽക്കുന്നത് മൂലം അപകടം ഉണ്ടാകുന്നതും പതിവാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലും മാസങ്ങളിലുമായിട്ട് ഈ ദേശീയപാത നിർമ്മാണം ബന്ധപ്പെട്ട് മണത്തല പ്രദേശത്ത് നിരന്തരം അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോഡിൻ്റെ വക്കീലായിട്ട് എഡ്ജ് വളരെ താഴ്ന്ന രീതിയിലായതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ സൈഡാക്കുന്ന സമയത്ത് അപകടം സംഭവിക്കുമ്പോഴാണ് മറിയാൻ കാരണമാകുന്നത്. അതിന് ഒരു മുൻകരുതലുകളില്ല. ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലുകളില്ല. ദിശ ബോർഡുകൾ കാര്യമായിട്ട് വെക്കുന്നില്ല. ആറാട്ടുപുഴ ദേവമേളയോടനുബന്ധിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായുള്ള കിഴക്കേ നടക്കൽ പൂരം തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് നിയമവെടിക്ക് ശേഷം തേവർ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടക്കും. കർപ്പൂരദീപങ്ങളുടെയും ആചാരവെടിയുടെയും വാദ്യത്തിന്റെയും വർണ്ണമഴയുടെയും അകമ്പടിയോടെ എത്തുന്ന തേവർക്ക് മണ്ഡപത്തിൽ ഇറക്കിപ്പൂജ നടക്കും. തുടർന്ന് 3 ഗജവീരന്മാർ അണിനിരക്കുന്ന കിഴക്കേ നടക്കൽ പൂരത്തിന് പഞ്ചവാദ്യ തിമിലപ്രമാണി ചോറ്റാനിക്കര സുഭാഷ് മാരാരും മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും നേതൃത്വം നൽകും. കിഴക്കേ നടപ്പൂരത്തിൽ നിരവധി വർഷങ്ങളായി പങ്കെടുത്തുവരുന്ന ഇടയ്ക്ക കലാകാരൻ തിരുവില്ലാമല ജയൻ പൊതുവാളെ ചടങ്ങിൽ വെച്ച് സുവർണമുദ്രയും പ്രശസ്തിപത്രവും നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് നടുവത്തേരി, സെക്രട്ടറി സി പ്രേംകുമാർ, ട്രഷറർ UP കൃഷ്ണനുണ്ണി, രക്ഷാധികാരി സാജൻ മേനോൻ, ജോയിന്റ് സെക്രട്ടറി മുരളി കല്ലാറ്റ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം ചളിങ്ങാട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഇരുനില വീടിന് മുകളിൽ നിന്നും വീണ് ഗൃഹനാഥന് പരിക്ക്. ചളിങ്ങാട് സെന്റർ കരിംഹാജി റോഡിൽ പുതിയ വീട്ടിൽ അഷ്റഫിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കവുങ്ങ് മുറിക്കുന്നതിന് വീടിനു മുകളിൽ കയറിയപ്പോഴായിരുന്നു അപകടം. മുൻ ചാലക്കുടി MLAയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പിന്റെ സ്മരണാർത്ഥം ഇട്ടൂപ്പ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം വിതരണം ചെയ്തു. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറും മുൻ നഗരസഭാ ചെയർമാനുമായ അഡ്വക്കേറ്റ് KB സുനിൽകുമാറിന് ജോസ് K മാണി MP പുരസ്കാരം സമർപ്പിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ഫൗണ്ടേഷൻ സെക്രട്ടറി N കുമാർ, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ആൻഡോ ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്ന യുവാവിനെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പറക്കാട് സ്വദേശിയായ പുല്ലാണിപ്പറമ്പത്ത് അരുണിനെയാണ് പാവർട്ടി SI അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അരുണിന്റെ കൈവശം നിന്നും 40 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. മാസങ്ങൾക്ക് മുൻപ് കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് അരുണിനെ പാവർട്ടി പോലീസ് പിടികൂടിയിരുന്നു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന കൌൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി നടത്തി. സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച റാലി പനംകുറ്റിച്ചിറ മേരിമാത പള്ളിയിൽ സമാപിച്ചു. ACP P സുധീരൻ റാലി ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ഫൊറോന വികാരി ഫാദർ വർഗീസ് കൂത്തൂർ അധ്യക്ഷത വഹിച്ചു. മേരിമാത പള്ളി വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി, വെട്ടുകാട് സ്നേഹാശ്രമം ഡയറക്ടർ ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. അതിരൂപത മദ്യവിരുദ്ധ സമിതി മുൻ പ്രസിഡന്റ് CP ഡേവിസ് പ്രഭാഷണം നടത്തി. കൌൺസിലർമാരായ CP പോളി, സനോജ് പോൾ കാട്ടൂക്കാരൻ, നിമ്മി റപ്പായി, ഫൊറോന കൌൺസിൽ സെക്രട്ടറി EJ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാമത് SPC ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നു. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, കയ്പമംഗലം SI T അഭിലാഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃതലക്ഷ്മി PS-ഉമാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചത്. സമൂഹ സൃഷ്ടിക്കായിട്ടുള്ള ഏറ്റവും ഗൗരവപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും.
ചലനവൈകല്യമുള്ള ഭാഗ്യക്കുറി വിൽപ്പനക്കാരനായ വയോധികന്റെ വാഹനത്തിൽ പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ സംഭവത്തിൽ ഇടിച്ച വാഹനം കണ്ടെത്തിയതായി പുതുക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ട റിപ്പോർട്ടിലാണ് നടപടി. ഇടിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തതായും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വാഹനം പരിശോധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഇനി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് മാത്രമാണ് ലഭിക്കാനുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. KM ആന്റണി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ജവഹർ ബാലഭവനിൽ മിൽമ പാർലർ ആരംഭിച്ചു. ഐസ്ക്രീമുകൾ ഉൾപ്പെടെ വിവിധതരം ഉൽപ്പന്നങ്ങൾ പാർലറിൽ ഒരുക്കിയിട്ടുണ്ട്. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സലൻ പിള്ള പാർലർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ I സതീഷ് കുമാർ ആദ്യ വിൽപ്പന നടത്തി. കൌൺസിലർ റെജി ജോയ് ചാക്കോള, ജോയ് വർഗീസ്, C സജിത്ത് എന്നിവർ സംസാരിച്ചു. ചെമ്മാപ്പിള്ളി ശ്രീരാമൻ ചിറ പാടശേഖരത്തിൽ തണ്ണിമത്തൻ കൃഷിയോടൊപ്പം സൂര്യകാന്തി കൃഷിയും വിജയത്തിലേക്ക്. 1 ഏക്കർ സ്ഥലത്താണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പാടശേഖരം കാണാൻ നിരവധി ആളുകളാണ് ദിവസം തോറും എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീരാമൻ ചിറ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ മുൻ വർഷങ്ങളിലും സൂര്യകാന്തി കൃഷി ഇറക്കിയിരുന്നു. ഇതിന്റെ വിത്തെടുത്ത് ആട്ടി എണ്ണയായും കിളികൾക്കുള്ള തീറ്റയായും ഉപയോഗിച്ചിരുന്നു. ശ്രീരാമൻ ചിറ പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിലാണ് നേതൃത്വം നൽകുന്നത്. പാടശേഖരത്തിൽ 1 ഏക്കർ സ്ഥലത്ത് സൂര്യകാന്തി വെച്ച് ഒരു 1000 തൈക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ പൂവൊക്കെയായി നിറയെ സന്ദർശകർ വരുന്നുണ്ട്. പൂവ് നമ്മൾ ഇത് കഴിഞ്ഞാൽ പൂവിൻ്റെ ഇത് കഴിഞ്ഞ വിത്ത് ഉണക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വിത്തായിട്ടും കൊടുക്കും. അതുമാതിരി പെറ്റ്സിൻ്റെ തീറ്റയായിട്ട് നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ 3 വർഷം മുന്നേ ശ്രീരാമചന്ദ്രൻ തന്നെ 10 ഏക്കർ സ്ഥലത്ത് ചെയ്തിരുന്നു. അത് സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ തണ്ണിമത്തൻ കൃഷിയാണ് ചെയ്യുന്നത്. ഇത് സൂര്യകാന്തി നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതിന് പ്രാവശ്യം 1 ഏക്കറായിട്ട് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കുന്നതിനും എല്ലാവരും സൗകര്യം ഒരുക്കിക്കൊണ്ട് ഒരു ഭാഗത്തേക്ക് ഒതുക്കി 1 ഏക്കർ ചെയ്തിരിക്കുന്നു. മാലിന്യമുക്ത നവകേരളം ബ്ലോക്ക് തല പ്രഖ്യാപനം MLA മുരളി പെരുന്നലി നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം എളവള്ളി പഞ്ചായത്തിനും മികച്ച വാർഡ് മുല്ലശ്ശേരി പഞ്ചായത്തിലെ 10ാം വാർഡിനും മികച്ച സ്ഥാപനത്തിനുള്ള പുരസ്കാരം എളവള്ളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്കും മികച്ച ഹരിത ടൌണിനുള്ള പുരസ്കാരം പാവർട്ടി പഞ്ചായത്തിനും മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരം വാണിവിലാസം UP സ്കൂൾ വെങ്കിടങ്ങിനും സമ്മാനിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റിജീന, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് VJ കൊച്ചപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങാട് പുഴയെ മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പഴയകാല ഓർമ്മകളും ചരിത്രവും പങ്കുവയ്ക്കാൻ തീരദേശവാസികൾ ഒത്തുചേർന്നു. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയാണ് തീരദേശവാസികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. തീരദേശവാസികളുടെ സംസ്കാരവും പൈതൃകവും പേറുന്ന പെരിങ്ങാട് പുഴയെ വരും തലമുറയ്ക്കായി നിലനിർത്തുമെന്ന് അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അബു കാട്ടിൽ ഓർമ്മപ്പുഴ എന്ന ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ഷൈജു തിരുനെല്ലൂർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ നാസർ കരീം, ജോഷി കൊമ്പൻ, OJ ഷാജൻ, മോഹനൻ കളപ്പുരയ്ക്കൽ, OL തോമസ്, ബാബു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശീധരൻ നമ്പൂതിരിയുടെയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി. കേരള കലാമണ്ഡലം അവതരിപ്പിച്ച കർമ്മശപഥം കഥകളിയും അരങ്ങേറി. ഞായറാഴ്ച രാവിലെ ഭക്തി പ്രഭാഷണത്തിന് ശേഷം തിരുവാതിരക്കളി അരങ്ങേറും. വൈകിട്ട് നൃത്യങ്ങളും ഉണ്ടാകും. രാത്രി 7:30 പ്രശസ്ത സിനിമാ താരം നവ്യ നായരും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തം ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനുപുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ അറിയിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. ചാലക്കുടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ശാലിനി ജോയ് അധ്യക്ഷത വഹിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് കൈത്താരത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉമ്മുക്കുൽസു അസീസ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുനിത ബാലൻ, റിട്ടയേർഡ് പ്രധാനാധ്യാപകൻ KK ശിവരാമൻ,
മദ്യവിമോചന മഹാസഖ്യം ജില്ലാ കോർഡിനേറ്റർ ബേബി കണ്ണമ്പഴത്തി, ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് സെക്രട്ടറി KV ഷാജു, ലൈല ജാഫർ എന്നിവർ സംസാരിച്ചു. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ജംഗ്ഷനിലെ സിഗ്നലിലൂടെയുള്ള ക്രോസിംഗ് സംവിധാനം അടിപ്പാത നിർമ്മിച്ച് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞ് ചക്രസ്തംഭന സമരം നടത്തി. ബൈപ്പാസിൽ ക്രോസിംഗ് ആവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തിവരുന്ന സായന ധർണയുടെ 500ാം ദിവസത്തിലാണ് ചക്രസ്തംഭന സമരം സംഘടിപ്പിച്ചത്. RM പവിത്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, കൺവീനർ KK അൻസാർ, സർവകക്ഷി നേതാക്കളായ KR ജൈത്രൻ, CC വിപിൻ ചന്ദ്രൻ, PV രമണൻ, KA രമേശൻ, അഡ്വക്കേറ്റ് TP അരുൺ മേനോൻ, P രാമൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. 500 ദിവസം സമരത്തിൽ പങ്കെടുത്ത 26 സമര പോരാളികളെ യോഗത്തിൽ ആദരിച്ചു. UDF പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം സമാപിച്ചു. പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിലും വികസന മുരടിപ്പിലും പ്രതിഷേധിച്ചാണ് രാപ്പകൽ സമരം നടത്തിയത്. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ, മുസ്ലിം ലീഗ് പ്രസിഡന്റ് VM അബൂബക്കർ, ജോയ് ആന്റണി, EM സെയ്ഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8310 രൂപ, പവന് 66,840 രൂപ. വെള്ളി ഗ്രാമിന് 102 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3302 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ഭക്തിസാന്ദ്രമായി. പെരുവനം പൂരം ഞായറാഴ്ച. തൃശൂർ അതിരൂപത നടത്തുന്ന പാലയൂർ മഹാതീർത്ഥാടനം നാളെ. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പദയാത്രയിൽ ആയിരങ്ങൾ അണിനിരക്കും. തിരുവില്ലാമലയിൽ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്ത് നിരവധി പേരുടെ പണം തട്ടിയതായി പരാതി. ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് പണം ആവശ്യപ്പെട്ടുള്ള മെസ്സേജ് അയക്കുകയായിരുന്നു. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.